സ്നേഹിതരെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയും പ്രതിസന്ധികൾ മൂർച്ഛിക്കുകയും ചെയ്യുമ്പോൾ ബുദ്ധിശൂന്യരായ ആളുകൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കും. വിവേകശാലികളാകട്ടെ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രാർത്ഥനയാൽ ദൈവമുഖമന്വേഷിക്കും. എന്നാൽ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അനേകർക്ക് വ്യക്തമായ ധാരണയില്ല. വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് വിവിധ മാതൃകകളും ആചാരാനുഷ്ഠാനങ്ങളും ഉള്ളതായി കാണുവാൻ കഴിയും. ഉപവാസം, ധ്യാനം, യോഗ, തപസ് എന്നീ സമ്പ്രദായങ്ങൾ ആളുകൾ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. ഈ സന്ദേശത്തിൽ എന്താണ് പ്രാർത്ഥനയെന്നും വിശ്വഗുരുവും ദൈവപുത്രനുമായ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പ്രത്യേകത എന്തോ എന്നും നോക്കാം. മനുഷ്യന് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു സിദ്ധിയാണ് അതീന്ദ്രിയ തലത്തിൽ പ്രകൃത്യതീത ശക്തിയുമായി സംവേദിക്കാനുള്ള കഴിവ്. മനസ്സ്, ആത്മാവ് എന്നീ മാധ്യമങ്ങളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. വിവിധ ചികിത്സാ പദ്ധതികൾ പരാജയപ്പെട്ടിടത്ത് പ്രാർത്ഥനയുടെ സൗഖ്യദായക ശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടിട്ടുള്ളതായി ഭിഷഗ്വരന്മാർ അഭിപ്രായപ്പെടുന്നു. 3.5 വർഷം ഒരു രാജ്യത്ത് മഴയും മഞ്ഞും പെയ്യാതെ ആകാശത്തെ അടയ്ക്കുവാനും ഭൂമിയുടെ ഭ്രമണത്തെ നിർത്തുവാനും എല്ലാം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബൈബിളിലെ പ്രാർത്ഥനയ്ക്ക് കേവലം മനസ്സിൻ്റെ ഏകാഗ്രതയോ മനഃശക്തിയുടെ കേന്ദ്രീകരണമോ മാത്രം മതിയാകുന്നില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശ്വാസത്തേക്കാൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ ശക്തിയെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. പ്രാർത്ഥനയാൽ ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കണമെന്ന് ബൈബിൾ പറയുന്നു. പ്രാർത്ഥന ഒരു അപേക്ഷയോ സംഭാഷണമോ ആകുമ്പോൾ സ്വാഭാവികമായും ഒരു സംബോധന ആവശ്യമായി വരും. അവിടെയാണ് ദൈവം ആരാണ് എന്നുള്ള ചോദ്യമുയരുന്നത്. യഹൂദ ബൈബിളായ പഴയ നിയമത്തിൽ സ്വയംഭൂവായവൻ, നിത്യനായവൻ എന്നിങ്ങനെ അർത്ഥം വരുന്ന എബ്രായ പദമായ യഹോവ എന്ന നാമത്തിലാണ് ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. യഹൂദ ബൈബിളിലെ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാകയാൽ സകലത്തിനു മുമ്പേ ഉള്ളവനും ആദിയും അന്തവും ഇല്ലാത്തവനുമാണ്. നിത്യപിതാവ് എന്ന പഴയ നിയമത്തിൽ ദൈവത്തെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു. എങ്കിലും പഴയ നിയമഭക്തന്മാർ ദൈവത്തെ മനസ്സിലാക്കിയതും അഭിസംബോധന ചെയ്തതും അബ്രഹാമിൻ്റെ ദൈവമെന്നാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ് അവർക്ക് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മോചനത്തിനായി ദൈവം നിയോഗിച്ച മോശ എന്ന പ്രവാചകൻ ദൈവത്തോട് ഒരു ചോദ്യം ഉന്നയിച്ചു. നിന്നെ ഞങ്ങളുടെ അടുക്കൽ അയച്ച ദൈവത്തിൻ്റെ പേരെന്ത് എന്ന് ഇസ്രായേൽ ജനം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയണം? ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വീണ്ടും മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ മിസ്രയീമിലെ ഇസ്രായേൽ മക്കൾക്ക് ഞാൻ യഹോവ എന്ന നാമത്തിൽ പ്രത്യക്ഷനാകും. അതുകൊണ്ട് ഇസ്രായേല്യർ ദൈവത്തെ അബ്രഹാമിൻ്റെ പിതാവായ യഹോവ എന്ന് സംബോധന ചെയ്തു. 400 വർഷത്തെ പ്രവാസത്തിന് ശേഷം വാഗ്ദത്ത കനാനിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുമെന്ന് ദൈവം അവരുടെ പിതാവായ അബ്രഹാമിനോട് അരുളി ചെയ്തിരുന്നു. അതുകൊണ്ട് യഹൂദർ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അഭിമാനിച്ചിരിക്കുന്നു. അവർക്ക് ദൈവവുമായുള്ള ബന്ധം അബ്രഹാമിക ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് എന്നും ഇന്നും അവർ വിശ്വസിക്കുന്നു. ദൈവം പുതിയ നിയമ ഉടമ്പടിയിലൂടെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗത്തിന് നാന്ദി കുറിച്ചു. അബ്രഹാമിക പാരമ്പര്യത്തിൽ ഉൾപ്പെടാത്ത മറ്റ് ജാതികൾക്കും
ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുവാനുള്ള അവകാശം പുതിയ നിയമത്തിൽ ലഭ്യമായി. മാനവകുലത്തിൻ്റെ പാപപരിഹാരാർത്ഥം കാൽവറി കുരിശിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനം. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തങ്ങളും അവകാശങ്ങളും ഇല്ലാതിരുന്നവരും ദൈവഭവനത്തിൽ അന്യരുമായിരുന്നവർക്ക് ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കളെന്ന ശ്രേഷ്ഠമായ പദവിയിലേക്ക് പ്രവേശനം ലഭ്യമായി. അതുകൊണ്ട് ഇസ്രായേലിയർ പോലും വിളിക്കുവാൻ ധൈര്യപ്പെടാതിരുന്ന പിതാവേ എന്ന സംബോധന പ്രാർത്ഥനയിൽ ഉപയോഗിക്കുവാൻ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം നീതീകരിക്കപ്പെടുന്നവർക്ക് ദൈവഭവനത്തിലെ മക്കളാകുവാനും പുത്രത്വത്തിൻ്റെ അവകാശങ്ങൾ പ്രാപിക്കുവാനും അനുവാദം ലഭിച്ചു. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന അബ്രഹാമിക ഉടമ്പടിയാൽ പുതിയ നിയമത്തിലെല്ലാവർക്കും അബ്രഹാമിൻ്റെ മക്കളുടെ പദവികളും കൂടി ലഭ്യമായി. ചുരുക്കത്തിൽ ഈ കൃപായുഗത്തിൽ ഏതൊരു വ്യക്തിക്കും ദൈവത്തെ സ്വന്തം പിതാവായി സ്വീകരിക്കുവാനും അപ്രകാരം സംബോധന ചെയ്യുവാനുമുള്ള അനുവാദം ലഭ്യമാണ്. ഈ അവകാശം ക്രിസ്തുവിൽ കൂടെ വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നതാണ്. ഈ ഉറപ്പാണ് ശിഷ്യന്മാരെ പിതാവേ എന്ന് സംബോധന ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതിലൂടെ യേശു ചെയ്തത്. അതെ, താങ്കൾക്കും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ സ്വന്തം പിതാവായി സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം. യേശു ഇങ്ങനെ പറഞ്ഞു: ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. പ്രാർത്ഥനയാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ താങ്കളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.